എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ ജൂൺ 26, 27, 28, 30 തീയതികളിൽ അതാത് കോളേജുകളിൽ വെച്ച് നടക്കും. അപ്പോൾ കോളേജ് ജോയിനിങ്, യൂണിവേഴ്സിറ്റി ഫീ, അതുപോലെ തന്നെ കോളേജ് ജോയിനിങ്, ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷനായി വിദ്യാർത്ഥികൾക്ക് ജൂൺ മാസം 26 മുതൽ ജൂൺ മാസം 26, 27, 28, 30 തീയതികളിൽ അഡ്മിഷൻ നടപടികൾക്കായി വിദ്യാർത്ഥികൾക്ക് അതാത് കോളേജുകളിൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഹാജരാകാൻ സാധിക്കുമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ നമ്മൾ പ്രധാനമായിട്ട് ആദ്യം ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണ് യൂണിവേഴ്സിറ്റി ഫീ. ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ ഹയർ ഓപ്ഷനോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടതില്ല? യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചു, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം അടയ്ക്കണം. അതാണ് ഞാൻ പറഞ്ഞു, ഒന്നാം അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയും രണ്ടാം അലോട്ട്മെൻറ്റിൽ അതേ ഓപ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനോ ലഭിക്കുകയോ ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും സീറ്റ് ലഭിച്ചിട്ടില്ല, ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് പ്രവേശനം കിട്ടിയതെങ്കിൽ, ഒന്നാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ പോലും പ്രവേശനം ലഭിച്ചില്ല, രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് പ്രവേശനം ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം. ജനറൽ കാറ്റഗറി വരുമ്പോൾ 2800 രൂപയോളമാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥിയാകുമ്പോൾ 1300 സംതിങ് ആണ്. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് 1300 സംതിങ് ആണ്. റിസർവേഷൻ ഉണ്ട്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 2800 രൂപ അടയ്ക്കണം. SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 1300 സംതിങ് ആണ് അടയ്ക്കേണ്ടത്. ഈ യൂണിവേഴ്സിറ്റി ഫീ അടച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാകുക മാത്രമല്ല, തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയകളിൽ നിന്നും നിങ്ങൾ ഔട്ടാകും, പുറത്താകപ്പെടും. അതായത് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിക്ക് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രവേശനം ലഭിക്കുന്നൊരു വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുമെന്നുള്ളത് മാത്രമല്ല, പിന്നീടുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ഇപ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റ് വരെ മാത്രമേ അഡ്മിഷൻ ഷെഡ്യൂൾ ഉള്ളെങ്കിൽ പോലും രണ്ടാം അലോട്ട്മെൻറ്റോട് കൂടി അഡ്മിഷൻ അവസാനിക്കില്ല. രണ്ടാം അലോട്ട്മെൻറ്റോട് ഇപ്പം അഡ്മിഷൻ ഷെഡ്യൂൾ നിലവിൽ രണ്ടാം അലോട്ട്മെൻറ്റ് നമ്മളിപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ നോക്കുമ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റും കൂടെ കാണുന്നുള്ളൂ. ഇപ്പോൾ രണ്ടാം അലോട്ട്മെൻറ്റിൽ 30-ാം തീയതി വരെ അഡ്മിഷൻ, അത് കഴിഞ്ഞ് ജൂലൈ 1 ക്ലാസ് തുടങ്ങും. അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം അത്രയേ ഉള്ളൂ നിലവിൽ. പക്ഷേ അത് കഴിഞ്ഞ് ഇനിയും പുതിയ ആപ്ലിക്കേഷൻസ് വിളിക്കും. ഇപ്പം +1 സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് റീവാലുവേഷൻ റിസൾട്ട് വന്നു, അവർക്ക് അപേക്ഷിക്കണം. ഇനി +2 റീവാലുവേഷൻ റിസൾട്ട് വരാനുണ്ട്. എന്തെങ്കിലും കാരണം വെച്ചാൽ അപേക്ഷിക്കാൻ കഴിയാതെ പോയവർക്ക്, അല്ലെങ്കിൽ ഒരു വിഷയത്തിന് മാത്രം തോറ്റുപോയി റീവാലുവേഷൻ കൊടുത്തു,
അപ്പോൾ ഫെയിലായത് കാരണം അപേക്ഷിക്കാൻ പറ്റിയില്ല, റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അവസരം നൽകും. അത് ജൂലൈ 1-ന് ശേഷം. ഇനിയിപ്പോൾ ഇന്ന് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നതുകൊണ്ട് തന്നെ ജൂലൈ 26, 27, 28, 30 തീയതികളിൽ അഡ്മിഷൻ. ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിക്കും. ആ ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം പുതിയ അപേക്ഷകളും ആരംഭിക്കും. നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കടന്നുകൂടിയത് കാരണം 1, 2 അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി നൽകുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. പുതിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് തിരുത്തി നൽകാനും. ഇതുവരെ ഒന്നാം അലോട്ട്മെൻറ്റിലും രണ്ടാം അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കൊക്കെ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി അവസരം നൽകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ കോളേജ് ജോയിനിങ്ങിൻ്റെ കാര്യം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമ്മൾ പറയാം. ജൂൺ 26, 27, 28 തീയതികൾ. ജൂൺ 26, 27, 28, 30 ഉണ്ട്. ജൂൺ 4 ദിവസങ്ങളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുക. നിങ്ങൾക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കാണുകയില്ല. യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 2,800 രൂപയും അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികൾ 1,300 സംതിങ് രൂപയും അടച്ചു കഴിയുമ്പോൾ മാത്രമാണ് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുക. അലോട്ട്മെൻറ്റ് മെമ്മോയും കൊണ്ട് 26, 27, 28, 30 തീയതികളിൽ ഇതിലേതെങ്കിലും ഒരു ദിവസം കോളേജിൽ പ്രവേശനത്തിനായിട്ട് ഹാജരാവണം. ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് 20 ഓപ്ഷൻ വരെ, പരമാവധി 20 ഓപ്ഷൻ വരെ അലോട്ട്മെൻറ്റ് നൽകാം. നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായി ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹയർ ഓപ്ഷൻസ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ലഭിച്ചു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ആ കോളേജ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് മീൻസ് നിങ്ങൾക്ക് 5ാമത് കിട്ടിയ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു, കോളേജും ഇഷ്ടപ്പെട്ടു, കോഴ്സും ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് എന്ത് ചെയ്യണ്ട? 4, 3, 2, 1 ഓപ്ഷനുകൾ ഇനി വേണ്ട. ഇനി നിങ്ങൾക്ക് 4, 3, 2, 1 ഇനി നിങ്ങൾക്ക് 4, 3, 2, 1 ഹയർ ഓപ്ഷൻസ് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരല്ല, 5ാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുക തന്നെ വേണം. ഹയർ ഓപ്ഷൻ അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനി അടുത്ത അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷൻസ് ഒക്കെ നിലനിർത്തണമെന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കോളേജും കോഴ്സും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കിനി എന്ത് ചെയ്യാം? നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകുവാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാനും ഒക്കെ സാധിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയൊരു കുട്ടിക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പോകാൻ സാധിക്കുമെന്നറിയില്ല. എന്താണെങ്കിലും കഴിഞ്ഞ വർഷമൊന്നും പറ്റില്ലായിരുന്നു. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇനിയൊരു അലോട്ട്മെൻറ്റ്, എന്തായാലും ഇനിയും അലോട്ട്മെൻറ്റ് ഉണ്ടാകും, അത് ഉറപ്പാണ്. കാരണം ഈ 2ാം അലോട്ട്മെൻറ്റോടുകൂടി അഡ്മിഷൻ ഷെഡ്യൂളിൽ 2ാം അലോട്ട്മെൻറ്റ് വരെ മാത്രമേ നിലവിലുള്ളൂ. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 2ാം അലോട്ട്മെൻറ്റോടുകൂടി എന്ത് ചെയ്യില്ല, അഡ്മിഷൻ നടപടിക്രമങ്ങൾ അവസാനിക്കില്ല. തുടർന്ന് ഇനിയും അലോട്ട്മെൻറ്റ് നടപടിക്രമം ഉണ്ടാകും. കാരണം എല്ലാ യൂണിവേഴ്സിറ്റിക്കും, കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഇനി 4th ഇപ്പം 2nd വന്നു, ഇനി 3rd ഉണ്ട്, 4th ഉണ്ട്, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. കാലിക്കറ്റിൻ്റെ യൂണിവേഴ്സിറ്റി കേസിലേക്ക് പോവുകയാണെങ്കിൽ 1st അലോട്ട്മെൻറ്റ് വന്നു, ഇനി 2nd അലോട്ട്മെൻറ്റ് ഉണ്ട്, 3rd അലോട്ട്മെൻറ്റ് ഉണ്ട്, 1st സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്, 2nd സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അതിന് സ്പോട്ട് ഉണ്ട്. MG യൂണിവേഴ്സിറ്റിക്കും അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി മാത്രം 2ാം അലോട്ട്മെൻറ്റോട് കൂടി പ്രവേശനം അവസാനിപ്പിക്കുകയൊന്നുമില്ല. പിന്നീടും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റായിട്ടും അതുപോലെ തന്നെ സ്പോട്ട് അഡ്മിഷനുമായിട്ട് ഒക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റി ഇനിയും അലോട്ട്മെൻറ്റ് നടത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്കും നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചാനലിലെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ അഡ്മിഷനൊക്കെ നേടി നിങ്ങൾ പരീക്ഷ മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈകളിൽ എത്തുന്ന വരെയുള്ള എല്ലാ അറിയിപ്പുകളും
ഈ ഒരു ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വേണ്ട അറിയിപ്പുകൾ സംബന്ധിച്ച് ഇനി നിങ്ങൾ മറ്റെവിടെയും അന്വേഷിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും വരെയുള്ള വാർത്തകളും പരീക്ഷകൾ, റിസൾട്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കും. അപ്പോൾ പുതിയ കാണുന്ന മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.